ഇടതുമുന്നണിയുടെ അടിയന്തര യോഗം തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വിലയിരുത്താനുള്ള CPM സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കുന്നതിനിടെയാണ് അടിയന്തരമായി മുന്നണി യോഗം വിളിച്ചു ചേർത്തത്. കേന്ദ്ര സർക്കാരിനെതിരായ സമരം ആലോചിക്കാനാണ് മുന്നണി യോഗം ചേരുന്നത്. കടമെടുപ്പ് പരിധിയിൽ നിന്ന് 6000-ഓളം കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാറുണ്ട്. വിജിൻ, അനവധി രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകേണ്ടതുണ്ട്. യോഗം തുടങ്ങിയോ? ഇടതുമുന്നണി യോഗം അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും ഒപ്പം തന്നെ ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. മുഴുവൻ പാർട്ടിയുടെയും ഘടകകക്ഷികളിലെ നേതാക്കൾ നിലവിൽ പങ്കെടുക്കുന്നില്ല. അവിടെ ഉള്ള ആളുകളാണ് നിലവിൽ ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ ഈ അടുത്ത കാലത്ത് സർക്കാരിനെതിരായി സംസ്ഥാന സർക്കാരിനെതിരായി നടക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതായിരിക്കും LDFന്റെ അടിയന്തര യോഗത്തിൽ ചർച്ചയാവുക. മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ ഘട്ടത്തിൽ ഡൽഹിയിൽ തന്നെ എത്തി മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ അവിടെ സമരമിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള സമരം കൂടി LDF തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കേന്ദ്രത്തിനെതിരെ രാഷ്ട്രീയ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് നിലവിൽ തീരുമാനം. ക്ഷേമ പെൻഷൻ പദ്ധതിയിൽപ്പെട്ട തുക പോലും കേന്ദ്രം അനുവദിക്കുന്നില്ല എന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമനെ മന്ത്രി KN ബാലഗോപാൽ കണ്ടിരുന്നു. ആ ഘട്ടത്തിലും ഒരു മാറ്റവും സാമ്പത്തികമായി കേന്ദ്രം നടത്തുന്ന ഇടപെടൽ ഉണ്ടാക്കിയിരുന്നില്ല. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു ദില്ലിയിലെത്തിയുള്ള സമരത്തിലേക്ക് കടക്കാൻ ഇടതുമുന്നണി തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായി അതിന്റെ തീരുമാനങ്ങൾ കൈക്കൊള്ളാനാണ് ഇപ്പോൾ ഇടതുമുന്നണി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ യോഗം ചേരുകയാണ്. കേന്ദ്രത്തിനെതിരെ ഉള്ള പ്രതിഷേധം, അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ തിരിച്ചടി വിഷയങ്ങളെല്ലാം എന്തായാലും ചർച്ചയാകും. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.